ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഉപ്പുമാവിൻ്റെ റെസിപ്പിയും ഇപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല മുട്ട പൊരിച്ചതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പാൻ വെച്ച് അതിലേക്ക് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ടുള്ള റവ എടുക്കുക. ഞാൻ ഇവിടെ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ റോസ്റ്റ് ചെയ്താണെങ്കിൽ റോസ്റ്റ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് ശേഷം അതൊന്ന് റോസ്റ്റ് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. സെയിം പാനിൽ തന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ചേർത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില കൂടെ ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ആ ഒരു പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിടാം. അപ്പോൾ അതൊന്ന് വാടി വന്നാൽ അതിലേക്കൊരു സവാള ചെറുതായി കട്ട് ചെയ്തും കൂടെ അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു 3-4 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് വാടി വന്നാൽ അതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റ് കൂടെ ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാവുന്നതാണ്. അതിനുശേഷം നല്ലോണം ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അടുത്ത് ചേർത്തത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റവ അതിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി റോസ്റ്റ് ചെയ്തതുകൊണ്ട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നതെന്ന് മാത്രം. ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഇതുപോലൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി വെള്ളം കെറ്റിൽ ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നെയ്യ് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഉപ്മാവിന് നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടെ നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതുപോലെ തന്നെ ഒഴിച്ച് ആ ഒരു ടൈമിൽ തന്നെ ഇതുപോലെ തന്നെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുമ്പോൾ കറക്റ്റ് വെള്ളം നമുക്ക് ഏകദേശം കറക്റ്റ് വെള്ളം മനസ്സിലാവും. അപ്പോൾ ആ ഒരു ടൈമിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ ഈ ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ തന്നെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുമ്പോൾ വെള്ളം കറക്റ്റ് എത്രയാണെന്ന് കറക്റ്റ് മനസ്സിലായിക്കോളും. അതിനുശേഷം കട്ടയൊക്കെ ഇതുപോലത്തെ ഒന്ന് ഒടിച്ചു കൊടുക്കാം. അപ്പോൾ റവ റെഡി സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തത് മുട്ട ഒന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി മുട്ട നല്ലോണം ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയോ ഇറച്ചി മസാലയോ എടുക്കാം. കുറച്ച് മഞ്ഞൾ എടുത്തിട്ടുണ്ട്, കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പച്ചമണം മാറുന്നവരൊന്ന് ഇതിലൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. കുറച്ചും കൂടെ നെയ്യ് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയൊക്കെ ഇതുപോലെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലോണം മസാലയൊക്കെ നല്ലോണം ഇതുപോലെ പിടിച്ചിട്ടുണ്ടാവും. ആവശ്യത്തിന് കറിവേപ്പില കൂടെ ഇട്ട് ഫുൾ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് കറക്കിയെടുത്താൽ മതി. മസാലയൊക്കെ നല്ലോണം മുട്ടയിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട പൊരിച്ചതും അതുപോലെ റവേൻ്റെ റെസിപ്പിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻസിൽ എന്തായാലും അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ട്രൈ ചെയ്യാം. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.